അതായത് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ പുറത്തിറങ്ങിയാൽ അവരുടെ ജീവിതം തന്നെ പോവാൻ ചാൻസ് ഉള്ള സീക്രറ്റ്സ്. അങ്ങനത്തെ സീക്രറ്റ് എൻ്റെ ഈ ഫോണിലുണ്ട്. അത് അവരെനിക്ക് ഷെയർ ചെയ്തതാണ്. കുറച്ച് നേരം നമുക്ക് മറ്റുള്ളവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാം. ആദ്യത്തെ സീക്രട്ട്, ഞാനും എൻ്റെ അമ്മയും ഒരു ജ്വല്ലറി പോയത് എൻ്റെ ഒരു കസിന് ഫസ്റ്റ് പീരീഡ്സ് ആയി, അതുകൊണ്ട് അവൾക്ക് ഗോൾഡ് എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ജ്വല്ലറി കയറി. അവിടുത്തെ സ്റ്റാഫ് ഒന്നും മര്യാദയ്ക്കല്ലായിരുന്നു പെരുമാറുന്നതും ഗോൾഡൊക്കെ എടുത്ത് കാണിക്കുന്നതൊന്നും ശരിയായ രീതിയിലല്ലായിരുന്നു. അവർ സ്റ്റാഫ് എല്ലാം ഒരുമിച്ചിരുന്ന് ഓരോ കഥയൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ അവരുടെ അടുത്ത് പറഞ്ഞു കമ്മലൊക്കെ എടുത്ത് കാണിക്കാൻ. അങ്ങനെ കമ്മലെടുത്ത് വെച്ചിട്ട് അവരെ മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ എന്താ ചെയ്ത് അവരെടുത്ത് വെച്ച കമ്മലിൽ നിന്ന് 2 കമ്മലെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടു. അതാരും കണ്ടില്ലായിരുന്നു, എൻ്റെ അമ്മ പോലും. പിന്നെ അമ്മ പറഞ്ഞു അവരുടെ അടുത്ത് കമ്മല് വേണ്ട, മോതിരം കാണിക്കാൻ. അങ്ങനെ അവർ റിങ് എടുത്ത് വെച്ചു. എന്നിട്ട് മര്യാദയ്ക്കല്ലായിരുന്നു അവർ മോതിരമൊക്കെ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ നിരത്തി വെച്ചിട്ട് അവർ മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവർ നിരത്തി വെച്ചിട്ട് പോയ മോതിരത്തിൽ നിന്നും 3 മോതിരം എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് എൻ്റെ അമ്മ നിരത്തി വെച്ച മോതിരത്തിൽ നിന്ന് ഒരു മോതിരം എടുത്ത് വാങ്ങി. ഞങ്ങൾ അതും കൊണ്ട് വെളിയിലിറങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ 2 കമ്മലും 3 മോതിരം ആ ജ്വല്ലറിയിൽ നിന്ന് എടുത്തായിരുന്നു എന്ന്. അമ്മ ആകെ ടെൻഷനായി പേടിച്ചു പോയി. എൻ്റെ അമ്മ എന്നെ കുറേ അടിച്ചായിരുന്നു. പിന്നെ അമ്മയും അത് ആരുടെ അടുത്തും പറഞ്ഞില്ല. ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാര്യം എൻ്റെ അമ്മയ്ക്കും എനിക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് ജ്വല്ലറിയിൽ CCTV കാര്യങ്ങളൊന്നും ഇല്ലേ? അമ്മയ്ക്ക് അത് തിരിച്ചു കൊണ്ട് കൊടുക്കാമായിരുന്നു. അവിടുത്തെ സ്റ്റാഫിൻ്റെ തെറ്റുണ്ട്. അവർക്ക് കിട്ടേണ്ട ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അവർക്ക്. രണ്ടാമത്തെ സീക്രട്ട്, ഹലോ, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അത് ടൈറ്റിലാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ ക്രഷാണ് എൻ്റെ ക്രഷ് എന്ന്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ ക്രഷിനെ പ്രപ്പോസ് ചെയ്യാൻ പോയി. അവൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അവൻ അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുകൊണ്ട് ക്രഷിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അവൾക്ക് വേറെ ലൈനുണ്ട്, അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, പല ആമ്പിളരുമായിട്ട് പലതും നടന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവൻ അത് കേട്ട് ഈ പ്രപ്പോസ് റിജക്റ്റ് ചെയ്തു. ഞാനിത് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവളെ റിജക്റ്റ് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. ഞാനിപ്പോൾ അറിഞ്ഞത് അവൻ ഇപ്പോഴും സിംഗിൾ ആണ്. എനിക്ക് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു പേടി. ഞാനൊട്ടും തിന്നത്തവുമില്ല, എന്നാൽ തിന്നുന്നവരെ തീറ്റിക്കത്തുമില്ല. നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ ബെസ്റ്റ് ഫ്രണ്ട് അത് അവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആരും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യില്ല. നീ അത് പോയി പ്രപ്പോസ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് അവൻ്റെ അടുത്ത് ക്രഷ് ഉണ്ട്, അതുകൊണ്ട് നീ പ്രപ്പോസ് ചെയ്തു. മേ ബി അവൾ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യത്തില്ലായിരുന്നു. നീ ചെയ്തത് വളരെ മോശമായ കാര്യമാണ്, നീ മനസ്സിലാക്കാം. എന്നിട്ടൊരു റിഗ്രറ്റും ഇല്ലാതെ പറയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവൻ സിംഗിളാണ് എന്നാണ്. പക്ഷേ പ്രപ്പോസ് ചെയ്യാൻ പേടിയാണ്. മൂന്നാമത്തെ സീക്രട്ട്, ഞങ്ങളുടെ സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ നടത്തി. ഞാനൊന്നും പഠിച്ചില്ല. അങ്ങനെ ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ ഞാനൊന്നും എഴുതിയതുമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും എഴുതില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവനിരുന്ന് എഴുതുന്നു. ഞാനൊന്നും എഴുതിയില്ല, അവിടെ വായി നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ബെല്ലടിച്ചു. എല്ലാവരും എഴുതിയ പേപ്പർ സാറിൻ്റെ കയ്യിൽ കൊടുത്തു. സാർ അത് കൊണ്ടുപോയി വെച്ച്. ടെസ്റ്റ് പേപ്പർ നടത്തിയത് 4ാമത്തെ പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലായി. ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നപ്പോൾ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് ആരും ഇല്ലായിരുന്നു. നോക്കിയപ്പോൾ ടെസ്റ്റ് പേപ്പർ നടത്തിയ പേപ്പർ എല്ലാം അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ പേപ്പർ എല്ലാം എടുത്തുകൊണ്ടുപോയി സ്കൂളിന് ബാക്കിൽ വെച്ച് കത്തിച്ച് കളഞ്ഞു. പിന്നെ സ്കൂളിൽ ആകെ പ്രശ്നമായി. ഭാഗ്യത്തിന് സ്കൂളിൽ ക്യാമറയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആരാണ് പേപ്പർ കത്തിച്ചത് എന്ന് ആർക്കും അറിയില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് പോലും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ്റെ
ഓക്കെ, അവൻ്റെ ഫ്രണ്ടിലിരുന്ന ആളെ നോക്കി കുറച്ചൊക്കെ എഴുതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ കാര്യം ആർക്കും അറിയാത്തേ ഇല്ല. മേ ബി ഞാൻ അവൻ്റെ അടുത്ത് ഇനി പറയുമായിരിക്കാം. ഇതിപ്പോൾ ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ ആരും എൻ്റെ ക്ലാസ്സിലില്ലായിരുന്നല്ലോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പല ടെസ്റ്റ് പേപ്പറും ആരും കാണില്ലായിരുന്നു. എൻ്റെ ഫാമിലി അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ നിന്റെ ടെസ്റ്റ് പേപ്പർ നിന്റെ സാറ് പോലും നിലച്ചു നോക്കിയില്ലല്ലോ. 4ാമത്തെ സീക്രട്ട്. ഹായ്, എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. കൊച്ചുകുട്ടി 3 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ പിന്നെയും പറയാം. എനിക്കിപ്പോൾ 19 വയസ്സുണ്ട്. എനിക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ആളുകൾ എൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആര് ഫ്രണ്ടിലുണ്ട് എന്നൊന്നും എൻ്റെ മൈൻഡിൽ വരില്ല. ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വട്ടാണോ എന്ന് വരെ തോന്നാറുണ്ട്. എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. കുഞ്ഞിലെ തൊട്ടേ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. എനിക്കൊരു ഇമാജിനറി വേൾഡ് തന്നെ ഉണ്ട്. അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. പക്ഷേ മറ്റുള്ളവർ പറയുകയാണ് എനിക്ക് വട്ടാണ്, ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് സംസാരിക്കുന്നത്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ. അവർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. റിക്കവർ ആവാൻ ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ഓക്കെ. മറ്റുള്ളവർ അടുത്തിരിക്കുമ്പോഴും നിന്റെ ഇമാജിനറി വേൾഡിലോട്ട് നീ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അടുത്ത സീക്രട്ട്. എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ ദേഹത്ത് ഞാൻ തുപ്പൽ തേച്ചു കൊടുക്കും. അതായത് അയാൾ തിരിഞ്ഞിരിക്കുമ്പോഴോ ആരും എന്നെ കാണുന്നില്ല എന്ന് ഉറപ്പ് തോന്നിയ ഞാൻ അയാളുടെ ദേഹത്ത് തുപ്പൽ തേച്ചു കൊടുക്കും, അല്ലെങ്കിൽ മൂക്കള തേച്ചു കൊടുക്കും. ഇതൊക്കെ ബാഡ് ഹാബിറ്റ് ആണ് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഈ ശീലം നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് സിമ്പിളായിട്ട് അറിയുന്നത്. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിർത്താൻ നോക്കുക. എനിക്ക് അത്ര ഉള്ളു പറയാം. ഇത് അയാൾ തിരിഞ്ഞിരിക്കുമ്പോൾ തുപ്പല് തേച്ച് കൊടുക്കും, മൂക്കള തേച്ച് കൊടുക്കും. ഓക്കെ, അടുത്ത സീക്രട്ട്. ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഒരു ആൻറ്റിയുടെ മാല കളഞ്ഞു പോയി. കുറേ തപ്പി, ആർക്കും കിട്ടിയില്ല. പിന്നെ എല്ലാവരും തപ്പിയുന്നത് നിർത്തി. ലാസ്റ്റ് ആയപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ ആ മാല കുരുങ്ങിയിരിക്കുന്നത് കണ്ടത്. ഞാൻ ആകെ മൊത്തത്തിൽ ടെൻഷനായി. ഇത്രയും തപ്പി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാല എൻ്റെ കയ്യിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നു, കുരുങ്ങിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ വിചാരിക്കും ഞാനാണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന്. അങ്ങനെ പേടിച്ച് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇടുങ്ങിയ ഭാഗത്ത് ഞാൻ ആ മാല ഇട്ടു. അതിനകത്ത് ഒരു പെൻസിൽ പോലും കയറില്ല. ആ ഹോളിൽ ഞാൻ ആ മാല കുത്തി ഇറക്കി വെച്ചു. ഇപ്പോഴും ആൻറ്റിക്ക് മാല തിരിച്ച് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോഴും നല്ല റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. നീ അപ്പം ടെൻഷനായിട്ട് ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് അറിയില്ല. നീ ഇപ്പോൾ നിനക്ക് അപ്പം അത് തുറന്ന് പറയാൻ പറ്റുള്ളൂ. തുറന്ന് പറഞ്ഞിട്ട് നീ ആ ഇടുക്കി കയറ്റിയ ആ ഹോളിൽ ആ മാല ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാമല്ലോ ആൻറ്റിക്ക്. എനിക്കറിയില്ല. അടുത്ത സീക്രട്ട്. ഹലോ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൾക്കൊരു ലൈനുണ്ട്. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അവളുടെ ലൈനാണ് എൻ്റെ ലൈൻ. ഈ കാര്യം എനിക്കും അവളുടെ ലൈനും മാത്രമേ അറിയൂ. അവർ തമ്മിൽ റിലേഷൻ ആയിട്ട് ഒരു 2 വർഷമായി കാണും.
ഞങ്ങൾ തമ്മിൽ റിലേഷനായിട്ട് 1 വർഷമാകാൻ പോകുന്നു. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ റിലേഷൻ നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിലെ നടുക്ക് നിൽക്കുന്ന ലപ്പനുണ്ടല്ലോ, അവനൊരു ബോധമില്ല. ഇതൊക്കെ പോട്ടെ, അവള് അറിയും വരൂ. അവളുടെ ലൈൻ ചതിച്ചത് പോട്ടെ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ചതിച്ച് ഇപ്പൊ അവള് ലൈൻ ബ്രേക്കപ്പ് ആവുകയാണ് നോർമലി. എങ്കിൽ അവൾ ഈ വിഷമമല്ല നിന്റെ അടുത്തല്ലേ പറയുന്നത്. ഇപ്പൊ നീയും അവനെ ചതിച്ച് ഇനി അവൾ ആരടുത്ത് പോവാണ്? സോ ഡാർക്കാണ്, സോ ഡാർക്കാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക ഇഷ്ടപ്പെട്ട് എന്ന്. എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു ഇത് വായിക്കാനും നിങ്ങൾക്ക് വായിച്ചു തരാനും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും.